ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ ശത്രു രാജ്യമാണോ? ചെറുപ്പം മുതലേ നമ്മുടെ മനസ്സിൽ വിതച്ച ഒരു വിത്താണ് നമ്മുടെ ശത്രു രാജ്യമാണ്. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്, ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ അതിൽ ഇന്ത്യ ജയിച്ചു കഴിഞ്ഞാൽ പത്രത്തിൽ വരുന്ന വാർത്തയാണ് യുദ്ധം ജയിച്ചു, അവരെ കീഴ്പ്പെടുത്തി, ആക്രമിച്ച് കീഴ്പ്പെടുത്തി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസാണ് കൊടുക്കുന്നത്. ഇപ്പോഴും അങ്ങനെ കൊടുക്കുന്നത്. നമ്മൾ തോറ്റു കഴിഞ്ഞാൽ പറയും പോരാടി തോറ്റു എന്ന് പറയും. ഇത് ചെറുപ്പം മുതലേ കാണുന്ന കുട്ടികൾ വിചാരിക്കും പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യമാണെന്ന്. ഒരിക്കലും അല്ല. അവർ നമ്മുടെ അയൽ രാജ്യമാണ്. പാകിസ്ഥാനാണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും ചൈനയാണെങ്കിലും ഒക്കെ നമ്മുടെ അയൽ രാജ്യങ്ങളാണ്. കുറച്ച് പൊളിറ്റീഷ്യൻസ്, കുറച്ച് തീവ്രവാദികൾ ചെയ്യുന്ന ടെൻഷൻ കാരണം നമ്മൾ എന്തിനും ഒരു വലിയൊരു ജനതേനെ വെറുക്കണം? അവിടെ എത്രയോ നല്ല മനുഷ്യർ, കുട്ടികൾ, സ്ത്രീകൾ, എത്രയും നല്ല ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട്. നമ്മുടെ സഹോദരങ്ങളായിരുന്നു, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ. അവർ മാറി നിന്ന് മറ്റൊരു രാജ്യം ഉണ്ടാക്കിയതാണ്. നമ്മൾ അങ്ങനെയല്ലേ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരല്ലേ. ഇനി കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ ടെൻഷൻ കുറഞ്ഞു വരട്ടെ. അങ്ങനെ വന്ന് നമുക്ക് പാകിസ്ഥാനിലേക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ശത്രു രാജ്യമായിട്ട് പാകിസ്ഥാനെ കാണാൻ പറ്റില്ല. ഇനിയെങ്കിലും കാണാൻ പറ്റും. നമ്മുടെ ശത്രുക്കളല്ല, കുറച്ച് തീവ്രവാദികളുണ്ട്, സംഭവിച്ചു. അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതാണ്. പെഹൽഗാമിൽ പാൻഡൂര് നോക്കി വെടിവെച്ച് പോകുന്ന തീവ്രവാദികളുണ്ട്. ഈ നാറുകളൊക്കെ ചത്തുപോയി കഴിഞ്ഞ് പുതിയൊരു ലോകം ഉണ്ടാവട്ടെ, നല്ലൊരു ലോകം ഉണ്ടാവണമെങ്കിൽ അവരെ നമ്മൾ ഇപ്പോൾ ക്രിക്കറ്റ് മാച്ചിൻ്റെ ഇടയിൽ ഹാൻഡ് ഷേക്ക് ചെയ്യുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻസുകാർ തെറി വിളിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന പോലെയാണ് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം വർക്ക് ചെയ്യുന്നത്. വളരെ മോശമാണ്. ഇപ്പോൾ ഇവിടുത്തെ മീഡിയ ഇവിടുത്തെ ജനങ്ങൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ അവിടുത്തെ മീഡിയ ഇന്ത്യൻ വിരോധം അവിടുത്തെ ജനങ്ങൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വിരോധത്തിൻ്റെ ആവശ്യമില്ല. അവർ നമ്മുടെ മനുഷ്യരെ, നമ്മുടെ കൂടെയുള്ള നമ്മുടെ ചോരയാണ്. അവരല്ല, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് ഈ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് നടന്നു പോകാമെന്നാണ് പറയുന്നത്. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ചെങ്കൻ വിസയിൽ നമുക്ക് നടന്നു പോകാൻ പറ്റും. അവിടെ രാജ്യ അതിർത്തികൾ എന്ന് പറയുന്നത് വെറും ഒരു റോഡാണ്. ഒരു റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഒരു രാജ്യം, ഇപ്പുറത്തെ സൈഡ് മറ്റൊരു രാജ്യം. അങ്ങനെ ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളൊരു ലോകം എല്ലാവിടെയും ഉണ്ടാവട്ടെ. അങ്ങനെ നമ്മൾ പരസ്പരം സഹകരിച്ച് പോട്ടെ. അതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. യുദ്ധം ചെയ്ത് കുറേ ആളുകൾ, എത്രയോ പാവങ്ങൾ മരിക്കുന്നുണ്ട്, എത്രയോ ആളുകളുടെ സ്വത്ത് നഷ്ടമാവുന്നു, വേണ്ടപ്പെട്ടവരുടെ ജീവൻ പോകുന്നു. എന്തിനാണ് ഈ വൈരാഗ്യം, ഈ ഗ്രഡ്ജ് വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ്? ഇന്ത്യ പാകിസ്ഥാൻ ഒന്നുമല്ല, അതിലൊന്നും വലിയ കഥയില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് വന്ന് തെറി വിളിക്കും, നീ അപ്പോൾ പാകിസ്ഥാനിൽ പോയി ജീവിക്കണം, നീ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യല്ലേ? ഒരിക്കലുമല്ല. ഞാൻ എൻ്റെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നവനാണ്. ഇന്ത്യ ഓസ്ട്രേലിയയോട് കളിച്ച് ജയിച്ചാൽ എനിക്ക് സന്തോഷമാണ്. അതേ സന്തോഷം മാത്രം എനിക്ക് പാകിസ്ഥാൻ്റെ കൂടെ കളിച്ച് ജയിച്ചാലേ ഉള്ളൂ. അല്ലാതെ പാകിസ്ഥാനെ തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ പ്രത്യേകം എനിക്ക് ഒരു അഭിവൃദ്ധിയൊന്നും എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടരുത്.